ഹായ്, നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ പറയാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലെ ഒരു വലിയ വില്ലനാണ് കടം. അല്ലേ? കടമില്ലാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ധാരാളം കടങ്ങളുണ്ട്. കടങ്ങളില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നമുക്ക് എങ്ങനെ മാറാം? അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സ്. അല്ലേ? നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിലത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കുറച്ച് കാലെങ്കിലും കടങ്ങളും ബാധ്യതകളും ഇല്ലാതെ സമാധാനമായിട്ട് നമ്മൾ ജീവിച്ചു പോവുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അപ്പോൾ ആ സ്വപ്നത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമ്മൾ ചെറിയ ചില ചുവടുകൾ വെച്ചാൽ മാത്രമാണ് ആ ഒരു സ്വപ്നത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു കടമില്ലാത്ത ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അല്ലേ? അതിനുള്ള ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിലവിൽ നമുക്ക് എത്ര കടബാധ്യത ഉള്ളവരാണല്ലോ കടമില്ലാത്ത ജീവിതത്തിനെ പറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര രൂപ നിലവിൽ കടം ഉണ്ട് എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുന്നതാണ്. അതല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടൊരു പേപ്പറും പേനയും എടുത്ത് നമുക്ക് ഓരോ മാസവും അടച്ചു തീർക്കേണ്ട കടബാധ്യതകൾ ഏതൊക്കെ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഒരു കണക്കെടുക്കേണ്ടത്. അതിൽ EMIs ഉണ്ടായിരിക്കാം, കാറിൻ്റെ EMI ഉണ്ടാവാം, വീടിൻ്റെ EMI ഉണ്ടാവാം, ക്രെഡിറ്റ് കാർഡ് EMI ഉണ്ടാവാം, അങ്ങനെയുള്ള പല പല ലോണുകളും നമുക്കുണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റ് കൂടുതലുള്ള ലോണുകൾ ഏതൊക്കെ എന്നുള്ളത് മനസ്സിലാക്കുകയാണ് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ എത്ര കടമുണ്ട് എന്ന് മനസ്സിലാക്കണം. ഈ കടങ്ങളിൽ എത്ര ഇൻട്രസ്റ്റ് ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോ ലോണുകളിലും എത്ര ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ് പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. 2, പ്രയോറിറ്റൈസ് ഹൈ ഇൻട്രസ്റ്റ് ലോൺസ് ഫസ്റ്റ്. എന്നിട്ടിതിപ്പോൾ നമുക്കൊരു കണക്ക് കിട്ടി, അല്ലേ? ഓരോ ലോണുകൾ നമുക്ക് മാക്സിമം എത്ര ലോണുകളുണ്ട്, ഓരോ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇതിൽ പലതും വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് പേ ചെയ്യുന്ന ലോണുകൾ നമുക്കുണ്ടായിരിക്കും. പല പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്കൊരു ഗോൾഡ് ലോൺ തന്നെ അവരുടെ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10% തൊട്ട് 20% വരേക്കുള്ള ഇൻട്രസ്റ്റ് റേറ്റുകളൊക്കെ നമ്മളുടെ അടുത്ത് പറയാറുണ്ട്. അപ്പം അത് 21% വരേക്കുള്ള ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന ലോണുകൾ നമുക്ക് കാണാറുണ്ട്. അതേപോലെ തന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കാറുണ്ട്, പേഴ്സണൽ ലോണുകൾ എടുക്കാറുണ്ട്. അപ്പോൾ ഈ ലോണുകളൊക്കെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കൂടുതലുള്ള ലോണുകൾ. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് കൂടുതലുള്ള ലോണുകൾ ഏതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് തീർക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ രണ്ടാമതായിട്ട് ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് നമുക്കൊരു പ്ലാനിങ് കൊണ്ടുവരിക. നമുക്ക് ആ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ലോണുകളെല്ലാം നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ രണ്ടാമത്തെ കാര്യം. പിന്നെ അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്നുള്ളത് അവോയ്ഡ് ഈ മിനിമം പേയ്മെൻറ്റ് ട്രാപ്പ്. അതായത് ക്രെഡിറ്റ് കാർഡൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അല്ലേ? ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, മാക്സിമം നമുക്ക് 40,000 രൂപയാണ് നമുക്ക് മാക്സിമം ലോൺ കിട്ടുക എന്ന് പറയുകയാണെങ്കിൽ നമ്മളത് മാക്സിമം എമൗണ്ട് നമ്മൾ എടുക്കും. എന്നിട്ട് ഏറ്റവും അവസാനത്തെ ദിവസം വരെ നമ്മളത് തിരിച്ചടയ്ക്കാറില്ല. അവസാനം ചിലപ്പോൾ ഒരു ദിവസം എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ ഒന്ന് വഴുകിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഇരട്ടി ഇൻട്രസ്റ്റ് നമ്മൾ അടയ്ക്കേണ്ട കാര്യങ്ങൾ വരാറുണ്ട്. അങ്ങനെ പല ലോണുകളും നമുക്കുണ്ട്. കറക്റ്റ് ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ അടച്ചിട്ടില്ലെങ്കിൽ പല ലോണുകളും പിന്നീട് ഇരട്ടി എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടതുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുകയും അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചെയ്യാം. നാലാമത്തേതായിട്ട് നമുക്ക് കോമ്പൈൻ മൾട്ടിപ്പിൾ ലോൺസ് ഇൻടു വിത്ത് ലോവർ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. അതായത് ഒരുപാട് ലോണുകൾ നമുക്കുണ്ട്. ഈ ലോണുകൾ നമുക്ക് ഇപ്പം പേഴ്സണൽ ലോണുകൾ അതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ പോകുന്ന കുറേ അധികം ലോണുകളുണ്ട്. അതെനിക്കൊന്ന് കോമ്പൈൻ ചെയ്യുക. അതായത് നമ്മൾ ഇപ്പോൾ ഹൗസിംഗ് ലോണിൽ നമുക്കൊരു 2 ലക്ഷം രൂപ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കുറവുള്ള ലോണിൽ നമുക്ക് കുറച്ച് അഡീഷണൽ എമൗണ്ടുകൾ എടുത്തിട്ട് നമുക്ക് ഈ ഇൻട്രസ്റ്റ് കൂടുതലുള്ള ലോണുകളെ അടച്ചു തീർത്തിട്ട് നമുക്ക് ഒറ്റ ലോണാക്കിയിട്ട് മാറ്റിയിട്ട് ഒരുമിച്ച് നമുക്ക് അടച്ചു പോകാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ലോണുകളൊക്കെ അടച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ
നമുക്ക് ഏറ്റവും പറ്റുന്ന ഒരു അബദ്ധമാണ് അൺനെസസറി ആയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിലോ അതല്ലെങ്കിൽ ആമസോണിലോ ഒക്കെ വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് 60% ഓഫർ, 70% ഓഫർ, ഇങ്ങനെയൊക്കെ വലിയ വലിയ ഓഫറുകൾ പല സമയത്തും കാണാറുണ്ട് അല്ലേ. അപ്പം അങ്ങനെ പല സമയത്തും പല ഓഫറുകൾ കാണുമ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് ആവശ്യമില്ല എന്ന് നമുക്കറിയാം. ഇതിപ്പോൾ ഇല്ലെങ്കിലും നമുക്ക് കാര്യങ്ങൾ നടന്നു പോകും എന്നുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഈ വലിയ വലിയ ഓഫറുകൾ കാണുമ്പോൾ ചിലപ്പോൾ അതിലേക്ക് എടുത്തു ചാടിയിട്ട് നമ്മൾ ഈ പിന്നെ സാധനങ്ങൾ നമ്മൾ വാങ്ങുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. അപ്പം അത്തരം സ്വഭാവങ്ങൾ നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് 5ാമതായിട്ട് ചെയ്യാനുള്ളത്. 6ാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇൻക്രീസ് ഇൻകം സോഴ്സസ്. ഇപ്പം നമുക്ക് നമ്മുടെ വരുമാനം നമ്മൾ അനലൈസ് ചെയ്തു, നമുക്ക് എത്രയൊക്കെ ലോണുകൾ നമുക്ക് റീപേയ്മെൻറ്റ് ചെയ്യാനുണ്ട്, അതേപോലെ തന്നെ നമ്മളുടെ മന്ത്ലി എക്സ്പെൻസ് എന്താണ്, ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് പലപ്പോഴും നമുക്ക് ഒരു ഇൻകം സേവ് ചെയ്യാനുള്ള ഒരു ഇൻകം ഇല്ലാത്തൊരവസ്ഥ നമുക്ക് വരാറുണ്ട്. ആ സമയത്ത് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് എന്തെങ്കിലും സൈഡ് വരുമാനങ്ങൾ അല്ലേ, എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് വരുമാനങ്ങൾ നമ്മളുടെ അഡീഷണൽ നമുക്ക് കിട്ടുന്ന സമയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സൈഡ് ഇൻകങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കാം. അത് നല്ലൊരു ഓപ്ഷനാണ് അല്ലേ. പലർക്കും ട്യൂഷൻ എടുക്കാൻ, അതല്ലെങ്കിൽ നമുക്ക് പാട്ട് നന്നായിട്ട് അറിയാം, പക്ഷേ നമുക്ക് പാട്ട് പഠിപ്പിക്കാനൊക്കെ ഓൺലൈനായിട്ടൊക്കെ സൗകര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള അഡീഷണലായിട്ട് എന്തെങ്കിലും ഇൻകം സോഴ്സുകൾ നമ്മൾ കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ഈ കടബാധ്യത ഒക്കെ പെട്ടെന്ന് തീർക്കാനായിട്ട് നമുക്കൊരു അഡീഷണൽ ഇൻകം നമ്മൾ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും കണ്ടെത്താൻ പറ്റാറുണ്ട്. അപ്പോൾ അത് നല്ല ഒരു ഐഡിയയാണ്. പിന്നെ 7ാമത്തെ കാര്യം എന്ന് പറയുന്നത് അവോയ്ഡ് ന്യൂ ലോൺസ് അല്ലേ. ഇപ്പം തന്നെ നമുക്ക് ധാരാളം ലോണുകളുണ്ട്, ഇനി ഒരു പുതിയ ലോണും നമ്മൾ എടുക്കില്ല എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇങ്ങോട്ട് ലോൺ ഓഫറുകൾ നമുക്ക് ധാരാളം വരാറുണ്ട്. ബാങ്കുകൾ ഇപ്പോൾ ഇങ്ങോട്ട് നമ്മളെ വിളിക്കാറുണ്ട്, നിങ്ങളുടെ ഈ ലോണ് തീർന്നു, നിങ്ങൾക്ക് അടുത്ത് പുതിയതായിട്ടൊരു ലോണ് തരാം, അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് പലപ്പോഴും നമ്മളെ ബാങ്കുകൾ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ നമ്മളെ വിളിക്കാറുണ്ട്. അപ്പം നമ്മൾ നിലവിലുള്ള ലോണുകൾ അടച്ചു തീർക്കാതെ ഇനി ഒരു പുതിയ ലോണ് നമ്മൾ എടുക്കില്ല എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുന്നതാണ് നമ്മുടെ 7ാമത്തെ കാര്യം. 8ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് ആയിട്ട് പേയ്മെൻറ്റ്സ് ചെയ്യുക. ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ്സ്, അതായത് എന്താണ് ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ്സ്? അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ശമ്പളം വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി 2ാം തീയതി 3ാം തീയതി എല്ലാം നമ്മളുടെ ലോണുകളുടെ റീപേയ്മെൻറ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ 2ാം തീയതി നമ്മുടെ ശമ്പളം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഹൗസിംഗ് ലോൺ അതിൽ നിന്ന് പിടിക്കും, അതേപോലെ തന്നെ പേഴ്സണൽ ലോൺ അതിൽ നിന്ന് പിടിക്കും, കാർ ലോൺ അതിൽ നിന്ന് പിടിക്കും. അതൊക്കെ പിടിച്ചു പോയി കഴിഞ്ഞാൽ ബാലൻസ് എമൗണ്ട് ആണ് നമ്മൾ ചിലവഴിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലൊരു ഐഡിയയാണ്. നമ്മുടെ കയ്യിൽ ഇങ്ങോട്ട് കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ നമുക്ക് അല്ലെ, ഒരുപാട് ചിലവുകൾ നമുക്ക് വരുമ്പോൾ ചിലപ്പോൾ കൃത്യസമയത്ത് നമുക്ക് ലോൺ അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ടിൽ ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ലോണുകളെല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ട് പിടിക്കുകയും നമ്മുടെ പിന്നെ അത് പിടിച്ചു കഴിഞ്ഞ ശേഷം വരുന്ന തുക മാത്രമാണ് നമ്മൾ ചിലവഴിക്കുകയുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം നെഗോഷിയേറ്റ് വിത്ത് ദ ലെൻഡേഴ്സ്. അതായത് എനിക്കൊരു അനുഭവം വന്നിട്ടുണ്ട്. ഞാൻ ഫെഡറൽ ബാങ്കിൽ നിന്ന് ഹൗസിംഗ് ലോൺ എടുത്ത ഒരു സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മളുടെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാറില്ല. നമ്മൾ എടുക്കുമ്പോൾ എത്രയാണോ എടുക്കുക അതേ ഇൻട്രസ്റ്റ് റേറ്റിലാണ് അവർ അടച്ചുകൊണ്ട് പോകുക. ചിലപ്പോൾ 1%, 1.5% ഒക്കെ പല സമയത്തും മാർക്കറ്റിൽ കുറയുമ്പോൾ നമ്മൾ പക്ഷേ ഒരു ലെറ്റർ അവർക്ക് കൊടുക്കാറില്ല. കൂടുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി പിടിക്കും, പക്ഷെ കുറയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി കുറയ്ക്കാറില്ല. നമ്മൾ പോയിട്ട് ഒരു ലെറ്റർ എഴുതി കൊടുത്താൽ മാത്രമാണ് അവർ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാറുള്ളൂ. അപ്പോൾ ഒരിക്കലും ഞാൻ പോയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾ കുറച്ചിട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ ഇൻട്രസ്റ്റ് റേറ്റ് അപ്പുറത്ത് വേറെ ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടാനുണ്ട്, അപ്പോൾ ഞങ്ങളുടെ ലോണ് ടേക്ക് ഓവർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് തന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു എന്നൊക്കെ ഇടയ്ക്ക് നമ്മൾ പത്രത്തിൽ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ പത്രത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു എന്ന് കാണുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ബാങ്ക് മാനേജർക്ക് നമ്മൾ ലെറ്റർ കൊടുക്കണം. നമ്മളുടെ നേരത്തെ എടുത്ത ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് നമ്മളുടെ ലോണിൽ അപ്ലിക്കബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെറ്ററുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കിട്ടും.
പിന്നെ പത്താമതായിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മളൊരു എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പം എവിടെയെങ്കിലും നമുക്കൊരു ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും നമുക്കൊരു പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ, ലോണിൻ്റെ EMI ഒക്കെ നമുക്കറിയാം. ലോൺ ഒരു മാസം അടച്ചിട്ടില്ല, ഒന്നോ രണ്ടോ മാസം നമ്മൾ അടച്ചിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ മാസം ആകുമ്പോഴത്തേക്ക് അവർ ഇപ്പം ആക്ഷൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവർ നമുക്ക് നോട്ടീസ് അയക്കുകയും അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോവുകയും ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ഒരു എമർജൻസി ഫണ്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇത്തരം എമർജൻസീസ് തരണം ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ കടമില്ലാതെ ജീവിക്കുക എന്നുള്ളത് നമ്മളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നങ്ങളാണ് അല്ലേ. അതിലേക്ക് വേണ്ടി കുറച്ച് ചെറിയ ടിപ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാം, ഈ ടിപ്സുകളെല്ലാം നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ